Good morning, children. Yesterday I gave you some grammar, revision. What I learned already from 1 to 6 lessons, isn't it? Rest of the exercise I am giving you, already you studied, just a revision I am giving you. Let us see now. Sixth exercise. Fill in the blanks with suitable prepositions. അല്ലേ, നമ്മൾ അവിടെ വിട്ടുപോയ പ്ലേസ് നമ്മൾ ഫില്ല് ചെയ്യണം. അതിന് യോജിച്ച പ്രിപ്പോസിഷൻ ഉപയോഗിച്ച്. നിങ്ങൾ പ്രിപ്പോസിഷൻസ് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് പ്രിപ്പോസിഷൻ? ഈസ് എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രോനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ ടു അതർ വേർഡ് ഇൻ ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ നൗണിനോ പ്രോനൗണിനോ ആ സെൻറ്റൻസിലുള്ള മറ്റ് വാക്കുകളുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്പർ 1, രാം കെയിം ലേറ്റ് ടു സ്കൂൾ and was made to stand dash the class. ഓക്കെ, ക്ലാസ് അതവിടുത്തെ നൗണ്. എന്താണ്? രാമ സ്കൂളിൽ താമസിച്ചു ചെന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു? അവനെ ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തി. ഔട്ട്സൈഡ് ദ ക്ലാസ്. രാം കെയിം ലേറ്റ് ടു സ്കൂൾ ആൻഡ് വാസ് മെയ്ഡ് ടു സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ്. ഔട്ട്സൈഡ് ദ പ്രിപ്പോസിഷൻ കൊണ്ട് നമ്മളത് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് വണ്, യു മസ്റ്റ് സ്റ്റാൻഡ് ഡാഷ് മീ ഇൻ എ ക്യൂ ആസ് യു ഗോട്ട് ഹിയർ ആഫ്റ്റർ ഐ ഡിഡ്. കണ്ടോ, ഞാൻ വന്നതിന് ശേഷമാണ് നീ വന്നത്. ഞാനാണ് ആദ്യമേ വന്ന് ലൈനിൽ നിന്ന്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? യു മസ്റ്റ് സ്റ്റാൻഡ് ബിഹൈൻഡ് മീ. ഓക്കെ, എനിക്ക് പുറകിൽ വേണം നീ നിൽക്കാൻ. യു മസ്റ്റ് സ്റ്റാൻഡ് ബിഹൈൻഡ് മീ ബിക്കോസ് ഐ കെയിം ഏർലി ആൻഡ് ഐ സ്റ്റുഡ് ഹിയർ. സോ യു മസ്റ്റ് സ്റ്റാൻഡ് ബിഹൈൻഡ് മീ. എൻ്റെ നേരെ പുറകിൽ വേണം നീ നിൽക്കാൻ എന്ന്. പ്ലീസ് പുട്ട് ദ സ്പൂൺ ഡാഷ് ദ പോർക്ക് ആൻഡ് ദ നൈഫ്. കത്തിയുടെ മുള്ളിൻ്റെ സൈഡിൽ വേണം ഏത് വെക്കാൻ? സ്പൂൺ വെക്കാനെന്ന്. ബിസൈഡ് ദ പോർക്ക് ആൻഡ് നൈഫ്. കത്തിയുടെ മുള്ളിൻ്റെ സൈഡിൽ വേണം എന്ത് വെക്കാൻ? സ്പൂണ്. നെക്സ്റ്റ്, ഇൻ എനി ഇംഗ്ലീഷ് വേർഡ് യു ഓൾവേസ് കംസ് ആഫ്റ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂയും യുവും ചേർത്ത് ഏത് വാക്ക് വന്നാലും ക്യൂവിന് ശേഷമായിരിക്കും യു. നമുക്ക് നോക്കാം, ഇവിടെ തന്നെ പറഞ്ഞോണ്ട് ക്യൂ, ക്യൂ യു ഇ യു, ക്യൂ യു ഇ യു ഇ, ക്യൂ. ഓക്കെ, ക്യൂ കഴിഞ്ഞല്ല യു വന്നിരിക്കുന്നത്. യെസ്. നെക്സ്റ്റ്, ക്വിക്ക്ലി, ക്യൂ യു ഐ സി കെ എൽ വൈ, ക്വിക്ക്ലി. ക്വസ്റ്റ്യൻ, QUESTION, question. Quality, QUALITY, quality. Quiet, QUIET, quiet. Quarrel, QUARREL, quarrel. Quarrel means വഴക്ക്. Quickly means വേഗത്തിൽ. Question means ചോദ്യം. Quality means ഗുണം. Quiet means ശാന്തത. Q means എന്താണ്? ഇൻ ദ ക്യൂ, ലൈൻ നിൽക്കുക, ക്യൂ നിൽക്കുക. ഓക്കെ, ഉണ്ടോ? അപ്പം ഇൻ എനി ഇംഗ്ലീഷ് വേർഡ് യു ഓൾവേസ് കംസ് ആഫ്റ്റർ ക്യൂ. ആഫ്റ്റർ ക്യൂ, ക്യൂവിന് ശേഷം. ക്യൂയും യു ഒക്കെ ചേർത്ത് ഏതെങ്കിലും ഒരു വാക്ക് വന്ന് ക്യൂവിന് ശേഷമാണ് യു എഴുതുന്നതെന്ന്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇപ്പം ഐ ഓൾവേസ് ഹാവ് എ ബാത്ത് ഇൻ ദ മോർണിംഗ്. ഐ ഓൾവേസ് ഹാവ് എ ബാത്ത് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെയാണ് എന്നും കുളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 7th എക്സസൈസ്. റൈറ്റ് ദ ഓപ്പോസിറ്റ്സ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. നമ്മൾ പഠിച്ചു ചില വാക്കുകളുടെ ഓപ്പോസിറ്റ്സ് കിട്ടാൻ വേണ്ടി ആ വാക്കിന് മുൻപിൽ നമ്മൾ എന്ത് ചേർക്കണം? അൺ എന്ന് ചേർക്കണം. ചില വാക്കിൻ്റെ ഓപ്പോസിറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുൻപിൽ ഡിസ് ചേർക്കണം. ദെൻ ചില വാക്കുകളുടെ ഓപ്പോസിറ്റ്സ് കിട്ടാൻ വേണ്ടി ആ വാക്കിന് മുൻപിൽ ഡിസ് ചേർക്കണം. നോക്കാം നമുക്ക്. ഹെൽത്തി, ഓപ്പോസിറ്റ്സ് ഓഫ് ഹെൽത്തി, unhealthy. Comfort, discomfort. Next word, pleased, displeased. Good, bad. Pretty, ugly. Pretty means നല്ല സ്റ്റൈലുള്ള, സൗന്ദര്യമുള്ള സ്റ്റൈൽ എന്ന് പറയും. അഗ്ലി, വിരൂപയായ, ഒരു കാണാനൊരു ഇതുമില്ലാത്ത അഗ്ലി, വൃത്തികെട്ടത്. ഒരു അഗ്ലി മീൻസ് വിരൂപയായ, വിരൂപം, ഒരു ഗുണം, കാണാൻ ഒരു രസമില്ലാത്തത്. നെക്സ്റ്റ് 8th എക്സസൈസ്.
Rewrite the following sentence by using the opposites of the colored word. See, colored ആയിട്ട് കുറച്ച് വേർഡ്സ് റെഡ് കളർ എഴുതിയിട്ടുണ്ട്. ആ വാക്കുകളുടെ ഓപ്പോസിറ്റ്സ് ചേർത്ത് നമ്മൾ ആ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യണം. റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ബൈ യൂസിങ് ദ ഓപ്പോസിറ്റ്സ് ഓഫ് ദ കളേർഡ് വേർഡ്. ദി ഡോക്ടർ വാസ് ഹാപ്പി വിത്ത് ഹിസ് പേഷ്യൻസ് പ്രോഗ്രസ്. ദ ഡോക്ടർ വാസ് ഹാപ്പി വിത്ത് ഹിസ് പേഷ്യൻസ് പ്രോഗ്രസ്. ഡോക്ടർ രോഗിയുടെ അസുഖം കുറഞ്ഞ് രോഗിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രസ് കണ്ടപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മളതിന് ഹാപ്പിയുടെ ഓപ്പോസിറ്റ് ചേർത്ത് ആ സെൻറ്റൻസ് നമ്മൾ റീറൈറ്റ് ചെയ്യണം. ദ ഡോക്ടർ വാസ് അൺഹാപ്പി വിത്ത് ഹിസ് പേഷ്യൻസ് പ്രോഗ്രസ്. രോഗിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ട് ഡോക്ടർക്ക് എന്താണ് സന്തോഷമല്ല, ദുഃഖമാണെന്ന്. നൗ ടിം വെയിറ്റഡ് പേഷ്യൻലി ഫോർ ഹിസ് ബർത്ത്ഡേ പാർട്ടി ടു ബിഗിൻ. ടിം വെയിറ്റഡ് പേഷ്യൻലി ഫോർ ഹിസ് ബർത്ത്ഡേ പാർട്ടി ടു ബിഗിൻ. ടിം ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്തിന്? ബർത്ത്ഡേ പാർട്ടി തുടങ്ങാൻ. അതിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ തുടങ്ങാൻ വേണ്ടി ടിം ക്ഷമയോടെ കാത്തിരുന്നു. ദെൻ പേഷ്യൻലി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ചേർത്ത് നമ്മൾ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യണം. ടിം വെയിറ്റഡ് ഇംപേഷ്യൻലി. IMPATIENTLY. Tim waited impatiently for his birthday party to begin. I was the last boy to attempt the obstacle race. ഓക്കെ, ഞാനാണ് ഒബ്സ്റ്റക്കിൾ റേസിൽ ആ കളിയിലെ ഏറ്റവും അവസാനത്തെ ചാൻസ് ആർക്ക് കിട്ടിയത്? എനിക്കാണ്. I was the last boy to attempt the obstacle race. I was the first. ലാസ്റ്റിൻ്റെ ഓപ്പോസിറ്റ്സ് ഫസ്റ്റ്. I was the first boy to attempt the obstacle race. ഞാനാണ് ഒബ്സ്റ്റക്കിൾ റേസിൽ ആദ്യത്തെ ചാൻസ് ആർക്ക് കിട്ടി? എനിക്കാന്ന്. അപ്പോൾ ഓപ്പോസിറ്റ് ചേർത്ത് എഴുതിയപ്പോൾ റീറ്റ ഈസ് ആൻ ഒബീഡിയൻ ഗേൾ. റീത്ത നല്ല അനുസരണയുള്ള കുട്ടിയാണ്, ഒബീഡിയൻ്റ്, നല്ല വിശ്വസ്തയായ ഗേളാണെന്ന്. അപ്പോൾ റീത്ത ഈസ് എ ഡിസ്ഒബീഡിയൻ ഗേൾ. ഒബീഡിയൻറ്റിന് ഓപ്പോസിറ്റ് ഇടാൻ വേണ്ടി അതിന് മുമ്പിലായിട്ട് നമ്മൾ ഡിസ് ചേർത്തിരിക്കുന്നു. റീത്ത ഈസ് എ ഡിസ്ഒബീഡിയൻ ഗേൾ. ദ ക്ലാസ് വാസ് നോയ്സി. ക്ലാസ് ഭയങ്കര ശബ്ദകോലാഹലം കൊണ്ട് പറഞ്ഞത്. ദ ക്ലാസ് വാസ് നോയ്സി. ദ ക്ലാസ് വാസ് സൈലൻറ്റ്. നോയ്സിൻ്റെ ഓപ്പോസിറ്റ് സൈലൻറ്റ്. ക്ലാസ് വാസ് സൈലൻറ്റ്, നിശബ്ദം. ക്ലാസ് ഭയങ്കര നിശബ്ദമാണെന്ന്, ശാന്തമാണെന്ന്. ഓക്കെ, only this much exercise I am giving you today. 6, 7 and 8. നിങ്ങളിതെല്ലാം ടെക്സ്റ്റിലോട്ട് എഴുതണം, നന്നായി പഠിക്കുകയും വേണം. ടെക്സ്റ്റ് എഴുതിയിട്ട് നന്നായി പഠിക്കുകയും വേണം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ ചിൽഡ്രൻ.